തൃത്താലയില് ഇക്കഴിഞ്ഞ ദിവസം ഉറൂസിനോടനുബന്ധിച്ച് ദേശോത്സവം എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചു. ആ ദേശോത്സവത്തില് എഴുന്നള്ളിപ്പില് ഹമാസ് ഭീകരരായിട്ടുള്ള ഇസ്മയിൽ ഹാനിയുടെയും അതുപോലെ തന്നെ യഹിയ സിൻവറുടെയും ചിത്രങ്ങൾ എഴുന്നള്ളത്തിന് ഉപയോഗിച്ചിരുന്നു. ഈ ദേശോത്സവം കമ്മിറ്റിയുടെ ഭാരവാഹികള് ആരാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ മുഹമ്മദ് കൊപ്പം, അദ്ദേഹമാണ് ഈ ദേശോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. സെക്രട്ടറി അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള CPM നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ശ്രീനിവാസനും. ഈ ദേശോത്സവ കമ്മിറ്റി ഈ ദേശോത്സവം സംഘടിപ്പിക്കുന്നത് എല്ലാ സമയത്തും രാജ്യദ്രോഹപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് അവിടെ നടത്തുന്നത്. ദേശോത്സവത്തിന്റെ പേരിൽ അതിന് മുമ്പിലത്തെ വർഷം നടത്തിയ സമയത്ത് സദാം ഹുസൈന്റെ ചിത്രങ്ങളാണ് ഈ ദേശോത്സവത്തിന്റെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചത്. ഓരോ വർഷവും അവര് ഭീകരവാദികളുടെയും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ആഗോളതലത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ദേശോത്സവത്തിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്നത്. ശ്രീ MP രാജേഷും ശ്രീ VT ബലറാമും എല്ലാം തൃശൂർ പൂരത്തിന് ശ്രീരാമചന്ദ്രന്റെ ചിത്രം എഴുന്നള്ളിച്ച സമയത്ത്, ഫോട്ടോ എഴുന്നള്ളിച്ച സമയത്ത് വലിയ വിമർശനം നടത്തിയ ആളുകളാണ്. തൃശൂർ പൂരത്തിന് എങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു ചോദിച്ച ആളുകളാണ്. ഇപ്പോ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ അവിടെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചിട്ട് പോലും ഈ നിമിഷം വരെ അതിനെ തള്ളിപ്പറയാനോ അതിനെ അപലപിക്കാനോ ശ്രീ MP രാജേഷും ശ്രീ VT ബലറാമും തയ്യാറായിട്ടില്ല. ഞങ്ങള് ആരോപിക്കുകയാണ്, ശ്രീ MP രാജേഷിന്റെയും VT ബലറാമിന്റെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയോടുകൂടിയിട്ടാണ് അവിടുത്തെ പഴയ SDP-കാരായിട്ടുള്ള PFI-കാരായിട്ടുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ദേശോത്സവത്തിന്റെ ആളുകൾ ഈ ഭീകരരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ധൈര്യം കാണിക്കുന്നു. കേരളത്തിലെ പോലീസ് ഇതുവരെ അത് സംബന്ധിച്ച് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ വെസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ആ മണ്ഡലത്തിന്റെ ഭാരവാഹികളും എല്ലാം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതുവരെ അത് സംബന്ധിച്ച് ഒരു കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, ആഗോള ഭീകരരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ച ദേശോത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കെതിരായിട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കോൺഗ്രസും CPM-ഉം യഥാർത്ഥ മതേതര പാർട്ടികളാണെങ്കിൽ, ഈ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടികളാണെങ്കിൽ, ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരായിട്ട് രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ അപലപിക്കാനും തള്ളിപ്പറയാനും അവർ തയ്യാറാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ മദ്യ കമ്പനിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 20-ാം തീയതി BJP-യുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശ്രീ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ സമര പ്രചരണ ജാഥ ആരംഭിക്കുകയാണ്. 20-ാം തീയതി കാലത്ത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ മലമ്പുഴ പഞ്ചായത്തിൽ കാലത്ത് ഈ സമരപ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്യും. 25-ാം തീയതി വൈകിട്ട് എലപ്പുള്ളി പഞ്ചായത്തിൽ ഈ പ്രചരണ ജാഥ സമാപിക്കും. പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ V. മുരളീധരനാണ്. BJP-യുടെ സംസ്ഥാന നേതാക്കൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നടക്കുന്ന സമാപന പൊതുസമ്മേളനങ്ങളിൽ BJP-യുടെ പ്രമുഖരായിട്ടുള്ള സംസ്ഥാന നേതാക്കൾ സമാപന സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. 60ഓളം പഞ്ചായത്തുകളിൽ ഈ പാർട്ടിയുടെ സമര പ്രചരണ ജാഥ എത്തും. പാർട്ടിയുടെ അനിശ്ചിതകാലം സത്യാഗ്രഹം 19-ാം തീയതിയോടുകൂടി അവസാനിപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് സമരപരിപാടി 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.
അത് സംബന്ധിച്ചുള്ള രേഖകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ കൊടുത്ത അനുമതിയെ സംബന്ധിച്ചും മറ്റുള്ള രേഖകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനി ഇത് സംബന്ധിച്ച് BJPയെയും അതുപോലെ തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടിയും കക്ഷി ചേർത്തുകൊണ്ട് കവിയറ്റ് ഫയൽ ചെയ്തിരിക്കുക. അപ്പോൾ കമ്പനിക്ക് തന്നെ ബോധ്യമുണ്ട് ഇത് നിയമപരമായിട്ട് നീങ്ങിയാൽ കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടും എന്നുള്ളതിനെ സംബന്ധിച്ച് കമ്പനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് നിയമവിരുദ്ധമായിട്ടുള്ള നിരവധി ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ് കമ്പനി കവിയറ്റ് ഫയൽ ചെയ്യാൻ കാരണം. കാരണം നിയമപരമായിട്ട് നേടിയെടുത്ത ലൈസൻസും അതുപോലെ തന്നെ ഓർഡറും എല്ലാം ഉള്ള ഒരു കമ്പനിക്ക് എന്തിനാ കവിയറ്റ് വാങ്ങേണ്ട ആവശ്യം? കോടതി രേഖകൾ പരിശോധിച്ചിട്ടാണല്ലോ ഓർഡർ പാസ്സാക്കുക. അപ്പൊ കമ്പനി കവിയറ്റ് ഫയൽ ചെയ്യാൻ കാരണം കമ്പനി നിയമവിരുദ്ധമായിട്ടാണ് പല ആനുകൂല്യങ്ങളും നേടിയെടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ച് കമ്പനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനി ഭാരതീയ ജനതാ പാർട്ടിയെ കക്ഷി ചേർത്തുകൊണ്ട് കവിയറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കോടതിയെ സമീപിക്കുന്നുണ്ട്. കോടതി സംസ്ഥാന സർക്കാർ എന്തായാലും കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഈ കാര്യം അന്വേഷിപ്പിക്കില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇതിൽ ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചത്. അല്ല, മന്ത്രി ആദ്യം 600 ആയിരുന്നു, പിന്നെ 1200 ആയി, പിന്നെ 2000 ആയി. ഇങ്ങനെ ഓരോ ആഴ്ചയും 600-700 പേർക്ക് കൂടുതൽ എങ്ങനെയാണ് അവിടെ ജോലി കൊടുക്കുക എന്നുള്ളത് മന്ത്രിയുടെ കണക്ക് എങ്ങനെയാണെന്നല്ല, അദ്ദേഹം കണക്കിൽ വളരെ വിദഗ്ധനാണെന്ന് തോന്നുന്നത്. ഓരോ ആഴ്ചയും ഇരട്ടിയായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, 1 ലക്ഷം ലിറ്റർ മാത്രം വെള്ളം ആവശ്യമുള്ള മലബാർ ഡിസ്റ്റിലറിയിൽ എന്തുകൊണ്ട് മഴവെള്ള സംഭരണി സ്ഥാപിച്ച് അവിടുത്തെ മലബാർ ഡിസ്റ്റിലറിക്ക് പ്രവർത്തനം ആരംഭിച്ചുകൂടാ? ഓയസിസ് കമ്പനിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന മന്ത്രി സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മലബാർ ഡിസ്റ്റിലറിയിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ ഇന്നും അവർക്ക് വെള്ളത്തിന് സംബന്ധിച്ചിട്ടുള്ള NOC ലഭിച്ചിട്ടില്ല. വെള്ളം എവിടുന്ന് ലഭിക്കുന്നത് സംബന്ധിച്ച് അവർക്ക് ഉറപ്പ് ലഭിക്കാത്തതുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കാത്തത്. മന്ത്രിക്ക് മലബാർ ഡിസ്റ്റിലറിയിൽ ഒരു മഴവെള്ള സംഭരണി ആരംഭിച്ചുകൂടെ? മഴനിഴൽ പ്രദേശമല്ല, അവിടെ മഴവെള്ള സംഭരണി നിർമ്മിച്ചാൽ യഥേഷ്ടം വെള്ളം കിട്ടുന്നതാണ് മന്ത്രി പറയുന്നത്. മലബാർ ഡിസ്റ്റിലറിയിലെ ഒരു മഴവെള്ള സംഭരണി 1 ലക്ഷം ലിറ്ററേ അവിടെ ആവശ്യമുള്ളൂ ഒരു ദിവസം, അവിടെ ആരംഭിച്ചുകൂടെ? കേരളത്തിലെ ആളുകൾക്ക് വില കുറഞ്ഞ മദ്യം ഇഷ്ടംപോലെ കുടിക്കാനുള്ള അവസരം ഉണ്ടാവുകയല്ലേ, മന്ത്രിക്ക് അത് ആരംഭിക്കാം, അവിടെ മഴവെള്ള സംഭരണി ആരംഭിക്കാം. അപ്പോൾ അവിടെ യഥേഷ്ടം ആളുകൾക്ക് ജോലി കിട്ടും. ഇവിടെ കേരള ഡിസ്റ്റിലറി കൂട്ടിയിട്ട് പോയിട്ട് 5 വർഷമായി, 500-ലധികം ആളുകൾ ജോലി ചെയ്താണ്. ആ ഡിസ്റ്റിലറി തുറക്കാനുള്ള ഇതുപോലെ മഴവെള്ള സംഭരണി ആവശ്യമില്ല, അവിടെ വെള്ളത്തിന്റെ പ്രശ്നമില്ല, അവിടെ 10-40 വർഷമായിട്ട് പ്രവർത്തിച്ച ഡിസ്റ്റിലറി അതിന് ലൈസൻസ് കൊടുക്കാനോ? അപ്പൊ ഓയസിസ് കമ്പനിക്ക് മാത്രം വേണ്ടി വാദിക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കാൻ. എന്തായാലും മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അടുത്ത് തന്നെ ഓയസിസ് കമ്പനിയുടെ പ്ലാന്റുകൾ പഞ്ചാബിലും ഡൽഹിയിലൊക്കെ ഉള്ള പ്ലാന്റുകൾ സന്ദർശിക്കാൻ MP രാജേഷിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിനിധി സംഘം കേരളത്തിൽ നിന്ന് അടുത്ത് തന്നെ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം ഒരു PROനെ പോലെയല്ലേ പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ PROമാരെ ആരും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അവരാണല്ലോ സാധാരണ കമ്പനിയുടെ കാര്യങ്ങൾ പറയേണ്ടത്, കമ്പനിയുടെ പ്രതിനിധികളാണല്ലോ, മന്ത്രിയല്ലല്ലോ പറയേണ്ടത്. മന്ത്രിയാണ് കമ്പനിക്ക് വേണ്ടി വാദിക്കുന്നത്. ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായി ആര് തമ്മിലാ ധാരണ എന്നുള്ളത്. കഴിഞ്ഞ 4.25 വർഷക്കാലം എലപ്പുള്ളി പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ ഭരണത്തിനെതിരായിട്ട് ഭരണസമിതിക്ക് അകത്തും പുറത്തും ഒരു നിലപാടെടുക്കാത്ത ആളുകളാണ് CPM. ഇപ്പൊ 4.25 വർഷം കഴിഞ്ഞ സമയത്ത് CPMന് പെട്ടെന്ന് കോൺഗ്രസിന്റെ ഭരണത്തിനെതിരായിട്ട് ഒരു വികാരം വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. കാരണം ഓയസിസ് കമ്പനിയുടെ നോട്ടുകെട്ടിന്റെ ബലമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ എലപ്പുള്ളി പഞ്ചായത്തിൽ CPMനെതിരായിട്ട് വലിയ ജനവികാരമുണ്ട്. അവിടുത്തെ CPMന്റെ പ്രവർത്തകരും CPMനെ കാലാകാലങ്ങളായിട്ട് പിന്തുണയ്ക്കുന്ന ആളുകൾ പോലും, കർഷകർ പോലും ഇന്ന് CPMനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ടാണ് ഈ അവിശ്വാസം. യഥാർത്ഥത്തിൽ CPMന്റെ കോൺഗ്രസിനെതിരായിട്ടുള്ള ഭരണത്തിനെതിരായിട്ടുള്ള വികാരമുണ്ടെങ്കിൽ 2 വർഷം മുമ്പ് കൊണ്ടുവരാമല്ലോ. അന്നൊന്നും കോൺഗ്രസിന്റെ ഭരണത്തിന് ഒരു സമരം, ഞാൻ MP രാജേഷിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കഴിഞ്ഞ 4.25 വർഷത്തിനിടയിൽ
CPMന്റെ പ്രാദേശിക ഘടകം എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായിട്ട് നടത്തിയ ഒരു സമരത്തിന്റെ കാര്യം MP രാജേഷ് പറയട്ടെ. ഒരു രാഷ്ട്രീയ പാർട്ടി അതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. ഭരണസമിതിയുടെ ഭരണസ്തംഭനത്തിനെതിരായിട്ട്, അഴിമതിക്കെതിരായിട്ട് ഇതൊക്കെ സമരം നയിക്കണ്ടേ? അവിടെ ഒരു സമരം CPMന്റെ ഏറ്റവും CPM ശക്തിയുള്ള ഒരു പഞ്ചായത്താണ്. പ്രകാശ് കാരാട്ട് ജനിച്ചതിന്റെ ജന്മസ്ഥലമായിട്ടുള്ള പഞ്ചായത്താണ്. അവിടെയാണ് CPM ഒരു കുത്തക കമ്പനിക്ക് വേണ്ടി വാദിക്കുന്നതും അവിടെ ഇവരുടെ ഭരണത്തിനെതിരായിട്ട്, കോൺഗ്രസിന്റെ ഭരണത്തിനെതിരായിട്ട് ഒരു സമരം പോലും നയിക്കാത്തത്. ജോലി ചെയ്യാൻ ശ്രീ MP രാജേഷിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുക. മദ്യക്കമ്പനിയുടെ എന്തിനാ അത്ര കടപ്പാട്? മദ്യക്കമ്പനിയുടെ ആളുകൾ ഇതുവരെ ഉയർത്താത്ത വാദമുഖങ്ങൾ, അവർ മാധ്യമ പ്രതിനിധികളോടോ അല്ലെങ്കിൽ പാലക്കാട്ടിലെ ജനങ്ങളോടോ പറയാത്ത കാര്യങ്ങൾ അതുപോലും പറയാൻ മന്ത്രി മുന്നോട്ട് വരികയാണ്. മന്ത്രി ഒരുപാട് വാദമുഖങ്ങൾ ഇന്നലെ ഉന്നയിച്ചു. അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണിയെ സംബന്ധിച്ച്, അവിടെ മഴവെള്ളം സംഭരിക്കുന്നതിനെ സംബന്ധിച്ച്, അവിടുത്തെ വിദ്യാർത്ഥികളുടെ എണ്ണം, അവിടുത്തെ അധ്യാപകരുടെ എണ്ണം, അവിടുത്തെ കോളേജുകളുടെ എണ്ണം. ഇത്രയും കാലം പാലക്കാട് ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ഇതുവരെ മനസ്സിലാക്കാൻ മന്ത്രി തയ്യാറായില്ല. പക്ഷേ ഓയസിസ് കമ്പനിക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം മന്ത്രി പഠിക്കാൻ തയ്യാറായിരിക്കും. അവിടുത്തെ അഹല്യ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ എണ്ണവും, അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരുടെ എണ്ണവും, അവിടുത്തെ അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണിയെ കുറിച്ച് എല്ലാം മന്ത്രി പഠിക്കാൻ തയ്യാറായിരിക്കുക. പാലക്കാട്ടുകാരനല്ലേ മന്ത്രി? കഴിഞ്ഞ 2000 മുതൽ അഹല്യ ക്യാമ്പസ് പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മഴവെള്ള സംഭരണിയെ കുറിച്ചും അവിടുത്തെ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തുന്നതിനെ സംബന്ധിച്ചും എല്ലാം പാലക്കാട്ടുകാർക്ക് മാത്രമല്ല, ഈ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ മുഴുവൻ, പ്രമുഖരായിട്ടുള്ള ആളുകൾ മുഴുവൻ വന്ന് സന്ദർശിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അത് വലിയ അത്ഭുതത്തോടു കൂടിയിട്ട് മന്ത്രി ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടി ഇന്നലെ മാധ്യമ പ്രതിനിധികളുടെ മുന്നിൽ പറയുന്നത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്, ശ്രീ VS അച്യുതാനന്ദന്റെ ആരോഗ്യം പഴയ നിലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രീ MP രാജേഷിനെ അദ്ദേഹം ചാട്ടവാറ കൊണ്ട് അടിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടി, ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവ് ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ശ്രീ VS അച്യുതാനന്ദന് ഇപ്പോ പഴയ ആരോഗ്യമില്ലാതിരുന്നത് ശ്രീ MP രാജേഷിന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. MP രാജേഷ് വലിയ SFIയുടെ നേതാവായിരുന്നല്ലോ. ഈ ആവേശം, ഈ താല്പര്യം എല്ലാം എന്തുകൊണ്ട് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ SFI പ്രവർത്തകരുടെ ക്രൂരമായിട്ടുള്ള റാഗിങ്ങിന് വിധേയമായി ഹോസ്പിറ്റലിൽ കഴിയുന്ന ലിബിനെ കാണാൻ, അവരുടെ മാതാപിതാക്കളെ കാണാൻ, പീരുമേടുള്ള അവരുടെ മാതാപിതാക്കളെ കാണാൻ MP രാജേഷിന് ഉണ്ടായില്ല എന്നുള്ളത് ഞാൻ അത്ഭുതത്തോട് കാണുന്നു. ഇന്നലെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് അഹല്യ ക്യാമ്പസിൽ വന്ന് മദ്യക്കമ്പനിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ വാദമുഖങ്ങൾ ഉയർത്തുന്ന MP രാജേഷ് പഴയ SFIയുടെ നേതാവാണ്. ആ ലിബിനെ ഒന്ന് പോയി കാണാൻ, ക്രൂരമായിട്ടുള്ള റാഗിങ്ങിനാണ് ലിബിൻ വിധേയമായിട്ടുള്ളത്. ആ ലിബിനെ ഒന്ന് പോയി കാണാനുള്ള മനസാക്ഷി പോലും MP രാജേഷിന് ഉണ്ടായില്ല എന്നുള്ളത് ദുഃഖകരമാണ്. മന്ത്രി പറഞ്ഞു അഹല്യ ക്യാമ്പസില് 15ഓളം ജലസംഭരണികൾ, ആ ജലസംഭരണികളിൽ ഓരോന്നും 1.5 മുതൽ 8 ഏക്കർ വരെ ഉണ്ട്. അവിടെ നിന്നുള്ള വെള്ളമാണ് അഹല്യ ക്യാമ്പസിന് ഉപയോഗിക്കുന്നതൊക്കെ. മന്ത്രി ഒരു കാര്യം മറച്ചു വെച്ചു. അഹല്യ ക്യാമ്പസ് എത്ര ഏക്കറിലാണ്? അഹല്യ ക്യാമ്പസ് 500-ലധികം ഏക്കറിലാണ് അഹല്യ ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഓയസിസ് കമ്പനി വാങ്ങിയിരിക്കുന്ന സ്ഥലം 24 ഏക്കറാണ്. 500 ഏക്കറിൽ 2003 മുതൽ അഹല്യ ഗ്രൂപ്പ് അവര് മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കി കഴിഞ്ഞ 20-22 വർഷമായിട്ട് തുടർച്ചയായിട്ട് മഴവെള്ള സംഭരണം നടത്തിയിട്ട് അവിടെ ചെടികളും മരങ്ങളും എല്ലാം വെച്ച് അവിടെ പച്ചപ്പ് സൃഷ്ടിച്ചിട്ടാണ് ഇന്ന് അഹല്യയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നത്. പാലക്കാടിലെ ഏത് ആളുകളോട് ചോദിച്ചാലേ 3 പഞ്ചായത്തിലായിട്ടാണ് അഹല്യ ക്യാമ്പസ് കിടക്കുന്നത്. പുതുശ്ശേരി, വടകരപ്പതി, അതുപോലെ തന്നെ എലപ്പുള്ളി, 3 പഞ്ചായത്തുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന 500 ഏക്കറിലധികം വരുന്ന അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണിയെ ഓയസിസ് കമ്പനി ഉണ്ടാക്കുന്ന പറയുന്ന മഴവെള്ള സംഭരണിയുമായിട്ട് താരതമ്യം ചെയ്യാൻ മന്ത്രിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ എന്താണ്
ചിന്തിക്കേണ്ടതെന്നുള്ളത് ശ്രീ എം പി രാജേഷ് തന്നെ ആലോചിക്കുക. ബ്രൂവറി 24 ഏക്കറാണ്. മന്ത്രി ഇന്നലെ പറഞ്ഞു മഴവെള്ള സംഭരണി ഉണ്ടാക്കിയോടെ സീറോ വേസ്റ്റ് പ്ലാന്റ് ആണ്, മലിനജലം പുറത്തേക്ക് ഒഴുക്കില്ല, എല്ലാം കമ്പനിക്ക് വേണ്ടി എല്ലാ വാദമുഖങ്ങളും മന്ത്രി പറയുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക, മന്ത്രി ഇത്രയേറെ വാദമുഖങ്ങൾ ഉയർത്തുന്നുണ്ടല്ലോ, അവിടെ വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നുണ്ട്, എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നുണ്ട്, ENA സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നുണ്ട്, ബ്രൂവറി ബിയർ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കമ്പനിക്ക് പ്രതിദിനം ആവശ്യമായിട്ട് വരുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാണെന്ന് പാലക്കാടിലെ ജനങ്ങളുടെ മുന്നിൽ മന്ത്രി പറയാൻ തയ്യാറാവണം. മന്ത്രി ഇപ്പൊ മലമ്പുഴയൊക്കെ വിട്ടു. കാരണം മന്ത്രി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മലമ്പുഴയിൽ യഥേഷ്ടം വെള്ളമുണ്ട്, 2,26,000 ദശലക്ഷം ലിറ്ററാണ് മലമ്പുഴയുടെ കപ്പാസിറ്റി എന്നുള്ളത്. ഇക്കഴിഞ്ഞ ദിവസം പത്രങ്ങളിലും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ എല്ലാം സൈറ്റിൽ, ഇറിഗേഷൻ വകുപ്പിന്റെ എല്ലാ സൈറ്റിൽ നിന്ന് വ്യക്തമായി മലമ്പുഴയുടെ ഇപ്പോഴത്തെ സംഭരണം എത്രയാണെന്നുള്ളത്. 43% മലമ്പുഴയില് വെള്ളം ഉള്ളത്. സംഭരണ ശേഷിയുടെ 43%. ഫെബ്രുവരി മാസം ആയിട്ടുള്ളൂ. ഇനി മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം കടുത്ത വേനലാണ്. ഇത്തവണ പാലക്കാടിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രദേശമായിട്ട് പാലക്കാട് മാറിയിരിക്കുക. ആ പാലക്കാട് കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള മലമ്പുഴയിൽ 43% ഇന്ന് സംഭരണ ശേഷിയിലുള്ള വെള്ളമുള്ളത്. മന്ത്രി ഈ കാണിക്കുന്ന ആവേശം, മദ്യക്കമ്പനിക്ക് വെള്ളം കൊടുക്കാനായിട്ടും മദ്യക്കമ്പനിക്ക് വെള്ളം മേടിച്ചു കൊടുക്കാനായിട്ട് കാണിക്കുന്ന ആവേശം എന്തുകൊണ്ട് പറമ്പിക്കുളം ആളിയാർ പ്രശ്നത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതം. നമ്മുടെ ആയിരക്കണക്കിന് കർഷകരുടെ കൃഷിക്ക് സഹായകരമാവുന്ന ഇതാണ് പറമ്പിക്കുളം ആളിയാർ വെള്ളം. പറമ്പിക്കുളം ആളിയാറിൽ നിന്നും കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം ലഭിക്കാതെ ആ പ്രദേശത്തെ കർഷകർ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുക. 2 മന്ത്രിമാരുണ്ട്. പറമ്പിക്കുളം ആളിയാറിന്റെ പേരിൽ ചിറ്റൂരിൽ നിന്നും മത്സരിച്ച് ജയിച്ച ശ്രീ കൃഷ്ണൻകുട്ടി, അദ്ദേഹം കേരളത്തിന്റെ മന്ത്രിയാണ്. പറമ്പിക്കുളം ആളിയാർ വിഷയത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും ശബ്ദമുയർത്തുന്ന ആളാണ്. ഇപ്പൊ കഴിഞ്ഞ 8-9 വർഷമായിട്ട് പറമ്പിക്കുളം ആളിയാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വാദിക്കാനില്ല, അദ്ദേഹം അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. കൊക്കോകോളയ്ക്കെതിരെ സമരം നടത്തിയ ആളാണ് ശ്രീ കൃഷ്ണൻകുട്ടിയും ശ്രീ രാജേഷും എല്ലാം. പെപ്സിക്കെതിരായിട്ട് സമരം നടത്തിയ ആളുകളാണ്. ആ ആളുകളാണ് ഇപ്പോ പറമ്പിക്കുളം ആളിയാറിന് വേണ്ടിയിട്ട് കേരളത്തിലെ കർഷകർക്ക് അർഹതപ്പെട്ട വെള്ളം ലഭിക്കാനുള്ള പറമ്പിക്കുളം ആളിയാറിനെ സംബന്ധിച്ച് പറയുന്നില്ല, മറിച്ച് മദ്യക്കമ്പനിക്ക് വെള്ളം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ഇവർക്കിപ്പോ താല്പര്യം. 2 പേരും സാധാരണക്കാരുടെ മന്ത്രിമാരാണെന്നാണ് പറയുന്നത്, പാവപ്പെട്ടവരുടെ പാർട്ടിയുടെ ആളുകളാണെന്ന് പറയുന്നത്. പക്ഷെ 2 ആൾക്കും ഇപ്പൊ താല്പര്യം മദ്യക്കമ്പനികളോടാണ്. ഞങ്ങൾ ശ്രീ എം പി രാജേഷിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ വ്യവസായം വരുന്നതിനെതിരാണ്, കേരളത്തിന്റെ വികസനത്തിന് സഹായകരമാവുന്നതാണ് മദ്യക്കമ്പനി അടക്കമുള്ള വ്യവസായങ്ങൾ വരുന്നത്. ഞങ്ങൾ എഗ്രി ചെയ്യുന്നു, ഇവിടെ വ്യവസായങ്ങൾ വരണം. കേന്ദ്ര സർക്കാർ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ പാലക്കാട്. ആ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ദിനംപ്രതി ആവശ്യമുള്ള 15 ദശലക്ഷം ലിറ്റർ വെള്ളം എവിടുന്ന് കൊടുക്കുന്നത് ശ്രീ എം പി രാജേഷ് വ്യക്തമാക്കാൻ തയ്യാറാവണം. മദ്യക്കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ മലമ്പുഴയുടെ വെള്ളം കൊടുക്കുന്ന പറയുന്നത്, അത് കിൻഫ്രയുടെ നിന്നുള്ള വെള്ളം കൊടുക്കുന്ന പറയുന്നത്. കിൻഫ്രയ്ക്ക് അനുവദിച്ച വെള്ളത്തിന്റെ 3.5 ദശലക്ഷം ലിറ്റർ വെള്ളം ഓൾറെഡി കിൻഫ്ര ഉപയോഗിക്കുന്നുണ്ട് ദിനംപ്രതി. ഇനി കിൻഫ്രയ്ക്ക് ഉള്ള പുതിയ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കിൻഫ്രയുടെ ഇൻഡസ്ട്രിയൽ പാർക്കിൽ അവിടേക്കുള്ള കമ്പനികൾക്ക് വെള്ളം കൊടുക്കാനാണ് കിൻഫ്ര ഈ 10 ദശലക്ഷം ലിറ്റർ വെള്ളം പറഞ്ഞിരിക്കുന്നത്. ഇത് കിൻഫ്രയുടെ പാർക്കിനകത്ത് വരുന്ന കമ്പനിയല്ല. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്ക് ആവശ്യമായിട്ട് വരുന്ന വെള്ളം അഡീഷണൽ ആയിട്ട് 15 ദശലക്ഷം ലിറ്റർ. ഈ വെള്ളം എവിടുന്ന് കൊടുക്കും? കേരളത്തിന്റെയും പാലക്കാടിന്റെയും മുഖച്ഛായ മാറ്റുന്നതാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. ആ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്ന സമയത്ത് അതിന് വെള്ളം കൊടുക്കാനുള്ള നടപടികളും അതിനുള്ള സോഴ്സും കണ്ടെത്താതെ ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രം വാദിക്കുന്ന ആളായിട്ട് ശ്രീ എം പി രാജേഷ് മാറിയിരിക്കുകയാണ്. എം പി രാജേഷ് പറഞ്ഞു മഴവെള്ള സംഭരണി ഇവിടെ മഴനിഴൽ പ്രദേശമാണ് കിഴക്കൻ മേഖല പാലക്കാടിന്റെ. അവിടെ മഴവെള്ള സംഭരണി പ്രായോഗികമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അത് തെറ്റാണെന്ന് തെളിഞ്ഞുവല്ലോ അഹല്യ ക്യാമ്പസിൽ. ഞങ്ങൾ ശരിവെക്കുന്നു. മഴവെള്ള സംഭരണി കിഴക്കൻ മേഖല മഴനിഴൽ പ്രദേശമാണെങ്കിലും മഴവെള്ള സംഭരണി അഹല്യ ക്യാമ്പസിൽ നല്ല രീതിയിൽ നടപ്പാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് വടകരപ്പതിയും വെരുത്തേമ്പതിയും പോലെയുള്ള
കിഴക്കൻ മേഖലയിൽ ഈ മഴവെള്ള സംഭരണി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ട് നിർമ്മിപ്പിച്ച് അവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള ഒരു പദ്ധതി പോലും കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ശ്രീ എം പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയിട്ടുണ്ടോ? മദ്യക്കമ്പനിയുടെ മഴവെള്ള സംഭരണിയെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന മന്ത്രി സ്വന്തം വകുപ്പിന് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വകുപ്പിനെ കൊണ്ട് ആ കിഴക്കൻ മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള മഴവെള്ള സംഭരണികൾ, യഥേഷ്ടം മഴ കിട്ടുന്നതാണല്ലോ പറയുന്നത്, മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കിയാൽ ആ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയുമല്ലോ. അത്തരം പദ്ധതികൾ എന്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിക്കുന്നില്ല? അപ്പോ മന്ത്രിക്ക് ബോധ്യമുണ്ട് ഇത് അവിടെ മഴ കുറഞ്ഞ പ്രദേശമാണ്, മഴവെള്ള സംഭരണികളിൽ നിന്നും സംഭരിക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവ് കുറവാണ്, അത് പ്രായോഗികമല്ല എന്ന് ഉത്തമ ബോധ്യമുള്ള മന്ത്രി അഹല്യ ക്യാമ്പസ് സ്വന്തം നിലയിൽ കഴിഞ്ഞ 20-25 വർഷത്തെ അവരുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാക്കിയ മഴവെള്ള സംഭരണി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരാൻ പോകുന്ന ഒരു കമ്പനിക്ക് വേണ്ടി വാദിക്കുക. 20-22 വർഷം കൊണ്ടാണ് അവർക്ക് ഈ മഴവെള്ള സംഭരണ ഉപയോഗം കിട്ടിയിട്ടുള്ളത്. 25-ല് പ്ലാന്റ് നിർമ്മിച്ച് 26-ല് പ്രൊഡക്ഷൻ ആരംഭിക്കുന്ന മദ്യ കമ്പനിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൽ നിന്നുള്ള മഴവെള്ള സംഭരണിയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? മന്ത്രി പറയുന്നത് പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരെ ജനങ്ങളെ അണിനിരത്തി കൈകാര്യം ചെയ്യുന്ന. ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി, മന്ത്രിക്കും പാർട്ടിക്കും കിട്ടിയ വിഹിതത്തിന്റെ ബലം, അതിന്റെ കനം എത്രയാണെന്ന് ഇപ്പോ പാലക്കാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ മനസ്സിലാക്കുക. കാരണം ഓവർസീസ് കമ്പനിക്ക് വേണ്ടി ഗുണ്ടാപ്പണി പോലും എടുക്കാൻ ശ്രീ എം പി രാജേഷ് തയ്യാറാവുന്നു, പാർട്ടിയും തയ്യാറാവുന്നു ഉള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. ഞങ്ങൾ ശ്രീ എം പി രാജേഷിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഓവർസീസ് കമ്പനിക്ക് വേണ്ടി പാർട്ടിയുടെ ഗുണ്ടാ ടീമിനെ ഇറക്കി ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അതേ രീതിയിൽ പ്രതികരിക്കാൻ എലപ്പുള്ളിയിലെയും പാലക്കാട്ടിലെയും ജനങ്ങൾ തയ്യാറാവും. ശ്രീ എം പി രാജേഷ് ഈ മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ട് അഹല്യ ക്യാമ്പസിൽ പോയതിന് പകരം ഈ പ്ലാന്റ് വരുന്ന ഓവർസീസ് കമ്പനിയുടെ പദ്ധതി പ്രദേശത്തൊന്ന് പോകാൻ തയ്യാറാവണം. അവിടുത്തെ സാധാരണക്കാരായ കർഷകരെ കാണാൻ എം പി രാജേഷ് തയ്യാറാവണം. അവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ എം പി രാജേഷ് തയ്യാറാവണം. ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവിടുത്തെ 150-200ഓളം കുടുംബങ്ങളിലെ ആളുകൾ പറയുന്നത് കഴിഞ്ഞ 10-15 വർഷം മുമ്പ് കിൻഫ്രയ്ക്ക് സ്ഥലം കൊടുക്കാനായിട്ട് അക്വസിഷൻ കഴിഞ്ഞ് അവിടുന്ന് വീട് മാറി വന്ന ആളുകളാണ്. ഞങ്ങൾ ഇവിടെ വീട് വെച്ച് തുടങ്ങി ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഞങ്ങൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ ഞങ്ങളെ ഇവിടുന്ന് വീണ്ടും കുടിയൊഴിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ മദ്യ കമ്പനി വന്നാൽ ഉണ്ടാവുക. പെപ്സി കമ്പനി അടച്ച സമയത്താണ് ഞങ്ങളുടെ കിണറുകളിൽ വെള്ളം കിട്ടാൻ തുടങ്ങിയത്. ഞങ്ങളുടെ കുഴൽ കിണറുകളിൽ വെള്ളം ലഭിക്കാൻ തുടങ്ങിയത് പെപ്സി കമ്പനി അടച്ചതിന് ശേഷമാണ്. ഇപ്പോ വീണ്ടും ഒരു മദ്യ കമ്പനി ഇവിടെ വരുമ്പോ വലിയ ആശങ്കയിലാണ് ഞങ്ങൾ. ആ ആളുകളെ കാണാനാണ് എം പി രാജേഷ് ആദ്യം തയ്യാറാവേണ്ടത്.